നെഹമിയ അധ്യായം 12. പുരോഹിതന്മാരും ലേവ്യരും. ഷയാൽതീയേലിന്റെ പുത്രൻ സെറുബാബേലിനോടും യശുവായോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരും: സെറായ, ജെറമിയ, എസ്ര, അമരിയ, മല്ലൂക്ക്, ഹത്തൂഷ്, ഷെക്കാനിയ, റഹും, മെരമോത്ത്, ഇദ്ദോ, ഗിന്നെത്തോയ്, അബിയ, മിയാമിൻ, മാദിയ, ബിൽഗ, ഷമായ, യോയാറിബ്, യദായ, സല്ലു, ആമോക്ക്, ഹിൽക്കിയ, യദായ. യശുവയുടെ കാലത്തെ പുരോഹിതന്മാരുടെയും അവരുടെ സഹോദരന്മാരുടെയും നേതാക്കന്മാർ ഇവരായിരുന്നു: ലേവ്യർ യശുവ, ബിന്നൂയ്, കദ്മിയേൽ, ഷെറബിയ, യൂദ എന്നിവരും സ്തോത്രഗീതത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന മത്താനിയായും ചാർച്ചക്കാരും. അവരുടെ സഹോദരന്മാരായ ബക്ബുക്കിയായും ഉന്നോയും അവർക്ക് അഭിമുഖമായി നിന്ന് ഗാനശുശ്രൂഷയിൽ പങ്കുകൊണ്ടു. യശുവ യോയാക്കിമിന്റെയും യോയാക്കിം എലിയാഷിബിന്റെയും എലിയാഷിബ് യോയാദായുടെയും യോയാദ ജോനാഥാന്റെയും ജോനാഥാൻ യദുവായുടെയും പിതാവായിരുന്നു. യോയാക്കിമിന്റെ കാലത്തെ കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ: സെറായ കുടുംബത്തിൽ മെറായ, ജെറമിയ കുടുംബത്തിൽ ഹനനിയ, എസ്ര കുടുംബത്തിൽ മെഷുല്ലാം, അമരിയ കുടുംബത്തിൽ യഹോഹനാൻ, മല്ലൂക്കി കുടുംബത്തിൽ ജോനാഥൻ, ഷെബാനിയ കുടുംബത്തിൽ ജോസഫ്, ഹാരിം കുടുംബത്തിൽ അദ്ന, മെറായോത്ത് കുടുംബത്തിൽ ഹെൽക്കായ്, ഇദ്ദോ കുടുംബത്തിൽ സക്കറിയ, ഗിന്നഥോൻ കുടുംബത്തിൽ മെഷുല്ലാം, അബിയ കുടുംബത്തിൽ സിക്രി, മിനിയാമിൻ, മൊവാദിയ കുടുംബത്തിൽ പിൽത്തായ്, ബിൽഗ കുടുംബത്തിൽ ഷമ്മുവ, ഷെമായ കുടുംബത്തിൽ യഹോനാഥാൻ, യോയാബി കുടുംബത്തിൽ മത്തനായ്, യദായ കുടുംബത്തിൽ ഉസി, സല്ലായ് കുടുംബത്തിൽ കല്ലായ്, അമോഖ് കുടുംബത്തിൽ ഏബർ, ഹിൽക്കിയ കുടുംബത്തിൽ ഹഷാബിയ, യദായ കുടുംബത്തിൽ നെത്തനേൽ. എലിയാഷിബ്, യോയാദ, യോഹനാൻ, യദുവ എന്നിവരുടെ കാലത്ത് ലേവ്യരുടെയും പേർഷ്യ രാജാവായ ദാരിയൂസിന്റെ കാലം വരെ പുരോഹിതന്മാരുടെയും കുടുംബത്തലവന്മാരുടെയും പേരുവിവരം രേഖപ്പെടുത്തിയിരിക്കുന്നു. എലിയാഷിബിന്റെ പുത്രൻ യോഹനാന്റെ കാലം വരെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ ലേവി കുടുംബത്തലവന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹഷാബിയ, ഷറബിയ, കദ്മിയേലിന്റെ പുത്രൻ യശുവ എന്നിവർ തങ്ങൾക്ക് അഭിമുഖമായി നിന്ന് സഹോദരന്മാരോടൊത്ത് ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പനയനുസരിച്ചുള്ള സ്തുതിയും കൃതജ്ഞതയും യാമം തോറും ദൈവത്തിന് അർപ്പിച്ചു. മത്താനിയ, ബക്ബുക്കിയ, ഒബാദിയ, മെഷുല്ലാം, തൽമോൻ, അക്കൂബ് എന്നിവരായിരുന്നു പടിവാതിൽക്കലുള്ള കലവറകളുടെ സംരക്ഷകരും കാവൽക്കാരും. ഇവർ യോസദാക്കിന്റെ പുത്രൻ യശുവയുടെ പുത്രൻ യോയാക്കിമിന്റെയും ദേശാധിപനായ നെഹമിയായുടെയും നിയമജ്ഞനും പുരോഹിതനുമായ എസ്രായുടെയും സമകാലികരായിരുന്നു. മതിലിന്റെ പ്രതിഷ്ഠ. ജെറുസലേം മതിലിന്റെ പ്രതിഷ്ഠാകർമ്മം കൈത്താളം, വീണ, കിന്നരം എന്നിവയോടുകൂടെ സ്തോത്രഗാനങ്ങൾ ആലപിച്ച് ആഘോഷിക്കാൻ എല്ലായിടങ്ങളിലും നിന്ന് ലേവ്യരെ വരുത്തി. നെത്തോഫാത്യരുടെ ഗ്രാമങ്ങളിൽ നിന്നും ജെറുസലേമിന്റെ പ്രാന്തങ്ങളിൽ നിന്നും ബത് ഗിൽഗാൽ, ഗേബ, അസ്മാവെത്ത് എന്നിവിടങ്ങളിൽ നിന്നും ഗായകർ വന്നു ചേർന്നു. അവർ ജെറുസലേമിന് ചുറ്റും ഗ്രാമങ്ങൾ നിർമ്മിച്ചു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെയും ജനത്തെയും കവാടങ്ങൾ, മതിൽ എന്നിവയെയും ശുദ്ധീകരിച്ചു. അനന്തരം ഞാൻ യൂദായിലെ പ്രഭുക്കന്മാരെ മതിലിന്റെ മുകളിലേക്ക് ആനയിക്കുകയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ഘോഷയാത്ര നടത്തുന്നതിന് 2 വലിയ ഗായക ഗണങ്ങളെ നിയോഗിക്കുകയും ചെയ്തു. ഒരു ഗണം മതിലിനു മുകളിലൂടെ വലത്തോട്ട് ചവറ്റുവാതിൽ വരെ പോയി. അവരുടെ പിന്നാലെ ഹോഷായായും യൂദാപ്രഭുക്കളിൽ പകുതിയും, അസറിയ, എസ്ര, മെഷുല്ലാം, യൂദ, ബെഞ്ചമിൻ, ഷമായ, ജെറമിയ എന്നിവരും കാഹളം ഊതിക്കൊണ്ട് പുരോഹിത പ്രമുഖന്മാരിൽ ചിലരും നടന്നു. ജോനാഥാന്റെ പുത്രൻ സക്കറിയായും ജോനാഥാൻ ഷെമായായുടെയും ഷമായ മത്താനിയായുടെയും മത്താനിയ മിക്കായായുടെയും മിക്കായ സക്കൂറിന്റെയും സക്കൂർ ആസാഫിന്റെയും പുത്രന്മാരായിരുന്നു. അവന്റെ സഹോദരന്മാരായ ഷെമായ, അസറേൽ, മിലാലായ്,
ഗിലാലായ്, മായി, നെത്തനേൽ, യൂദ, ഹനാനി എന്നിവരും ദൈവപുരുഷനായ ദാവീദിന്റെ വാദ്യോപകരണങ്ങൾ വഹിച്ചുകൊണ്ട് നടന്നു. നിയമജ്ഞനായ എസ്ര അവരുടെ മുൻപിൽ നടന്നു. ഈ സംഘം ഉറവവാതിൽ കടന്ന് ദാവീദിന്റെ നഗരത്തിലേക്കുള്ള നടകൾ കയറി അവന്റെ കൊട്ടാരത്തിന്റെ പാർശ്വത്തിലുള്ള കയറ്റത്തിലൂടെ പോയി കിഴക്ക് ജലകവാടത്തിങ്കലെത്തി. കൃതജ്ഞതാ സ്തോത്രമാലപിച്ചുകൊണ്ട് മറ്റേ സംഘം ഇടത്തുവശത്തേക്ക് നീങ്ങുമ്പോൾ ഞാൻ പകുതി ജനത്തോടൊത്ത് മതിലിലൂടെ ചൂളഗോപുരം കടന്ന് വിശാല മതിൽ വരെ അവരെ അനുഗമിച്ചു. അവർ എഫ്രായിം കവാടവും പ്രാചീന കവാടവും മത്സ്യ കവാടവും ഹനാനേൽ ഗോപുരവും ശതഗോപുരവും അജകവാടവും പിന്നിട്ട് കാവൽപുരയ്ക്കടുത്തുള്ള കവാടത്തിങ്കൽ എത്തി നിന്നു. കൃതജ്ഞതാ സ്തോത്രം ആലപിച്ചു കൊണ്ടിരുന്ന 2 ഗണങ്ങളും ഞാനും നേതാക്കന്മാരിൽ പകുതിയും കാഹളമൂതിക്കൊണ്ട് പുരോഹിതന്മാരായ എലിയാക്കിം, മാസയ, മിനായാമിൻ, മിക്കായ, എലിയോവേനായ്, സക്കറിയ, ഹനാനിയ എന്നിവരും പിന്നാലെ മാസയ, ഷമായ, എലയാസർ, ഉസി, യഹോഹനാൻ, മൽക്കിയ, ഏലാം, ഏസർ എന്നിവരും ദേവാലയത്തിൽ എത്തി. എസ്രാഹിയായുടെ നേതൃത്വത്തിൽ ഗായകർ ഗാനമാലപിച്ചു. അന്ന് അവർ അനേകം ബലികൾ അർപ്പിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു. വലിയ ആഹ്ലാദത്തിന് ദൈവം അവർക്ക് ഇടം നൽകി. സ്ത്രീകളും കുട്ടികളും അതിൽ പങ്കുചേർന്നു. ജെറുസലേമിന്റെ ആഹ്ലാദ തിമിർപ്പുകൾ അകലെ കേൾക്കാമായിരുന്നു. പുരോഹിതന്മാർക്കും ലേവ്യർക്കും പട്ടണങ്ങളോട് ചേർന്നുള്ള വയലുകളിൽ നിന്ന് നിയമപ്രകാരം ലഭിക്കേണ്ട സംഭാവനകളും ആദ്യഫലങ്ങളും ദശാംശങ്ങളും സംഭരിച്ച് കലവറകളിൽ സൂക്ഷിക്കാൻ ആളുകളെ അന്ന് നിയോഗിച്ചു. ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരിലും ലേവ്യരിലും യൂദാജനം സംപ്രീതരായിരുന്നു. അവർ ദൈവത്തിന്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും അനുഷ്ഠിച്ചിരുന്നു. ദാവീദിന്റെയും പുത്രൻ സോളമന്റെയും അനുശാസനമനുസരിച്ച് ഗായകന്മാരും വാതിൽ കാവൽക്കാരും തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചു. പണ്ട് ദാവീദിന്റെയും ആസാഫിന്റെയും കാലത്ത് ഗായകന്മാർക്ക് നേതാവുണ്ടായിരുന്നു. സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ഗാനങ്ങൾ ദൈവസന്നിധിയിൽ അവർ ആലപിച്ചിരുന്നു. സെറുബാബേലിന്റെയും നെഹമിയായുടെയും കാലത്ത് ഇസ്രായേൽ ജനം ഗായകന്മാർക്കും വാതിൽ കാവൽക്കാർക്കും ദിവസേന വിഹിതം നൽകിയിരുന്നു. ലേവ്യർക്കും വിഹിതം കൊടുത്തിരുന്നു. ലേവ്യർ അഹ്റോന്റെ പുത്രന്മാർക്കുള്ള ഓഹരി നീക്കി വയ്ക്കുകയും ചെയ്തിരുന്നു.